ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 8:15 കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുവാണ്. അപ്പൊ ഞാനും ജാനിയും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്തൊരു സ്റ്റോപ്പ് ഉണ്ട്, ട്രെയിൻ നിർത്തും അവിടെ. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതാണ് ആ സ്റ്റോപ്പ് കേട്ടോ. അപ്പൊ അച്ഛൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുവാണ്, നമുക്ക് അകത്ത് കയറണം. അപ്പൊ ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാന്ന് വെച്ചു. അപ്പൊ അങ്ങനെ അച്ഛൻ അത് എടുക്കുന്നുണ്ട്. ഇത് ചേർത്തലേക്ക് പോകുന്ന ട്രെയിനാട്ടോ. ഇത് സ്ലോ ചെയ്ത പോലെ തോന്നുന്നല്ലേ. അതെ, ജാനിക്ക് ഇവിടെ ലോലിപ്പോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ലോലിപ്പോപ്പ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുവാണ്. ട്രെയിൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം നോക്കട്ടെ. ഇവിടെ ആരോ ചെയിൻ വലിച്ചു കേട്ടോ, അതാണ് സംഭവം. എന്തോ സംഭവം നടന്നിട്ടുണ്ട്, എന്തോ ചെയിൻ വലിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ ചാടി പുറത്തിറങ്ങിയായിരുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിനുശേഷം ഞങ്ങളുടെ വണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്കാണ് പോകേണ്ടത്. ഞങ്ങൾ അങ്ങനെ ആലപ്പുഴയിൽ എത്തി. ഇനി നമ്മുടെ ടൂ വീലർ എടുക്കണം. അപ്പൊ നമ്മൾ ടൂ വീലർ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അല്ല, പോലീസ് സ്റ്റേഷനിലായിരുന്നു വെച്ചത് കേട്ടോ. അതിന്റെ വാതിക്കലായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിപ്പോ മുട്ട പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 21 ഡേയ്സ് ആണല്ലോ കോഴിയുടെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം അത് 21 ഡേ ആയിട്ടും വിരിഞ്ഞില്ല. അതാണ് സംഭവം. അപ്പോൾ അതിനെ മൂടിയിടുക കേട്ടോ. ഇത് കണ്ടോ, എന്തൊക്കെയോ ഒരു പാർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കുഞ്ഞിന്റെ കാലിന്റെ ഭാഗമാണ് എന്തോ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ, എനിക്കെന്തോ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. അപ്പൊ അതൊക്കെ മൂടിയിട്ട് അപ്പൊ ജാനിനെ ഇനി അംഗനവാടിയിലാക്കണം. അപ്പൊ അതിന്റെ സെറ്റപ്പ് ഒക്കെ ഒരുക്കി അങ്ങനെ എത്തിച്ചു കേട്ടോ. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പൊ പിള്ളേരൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുവാണ്. ഓക്കെ, ബൈ, സീ യു.